Good morning, dear students, and welcome back to online session. Today we are going to discuss about personality theories or theories of personality. Actually, researchers have developed a number of personality theories. Personality കുറിച്ച് ഒരുപാട് theories ഒക്കെ form ചെയ്തിട്ടുണ്ട്. We can classify personality theories into 5 groups. Personality theoryകളെ നമുക്ക് 5 ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. And they are triad theory, Freud theory, Adler and Jung theories, then social learning theories and holistic theories. ഇങ്ങനെ 5 എണ്ണമായിട്ടാണ് personality theoriesനെ classify ചെയ്തിരിക്കുന്നത്. So first one is triad theory. But triads എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു, നേരത്തെ പറഞ്ഞിരുന്നു. Triads are distinguishable, relatively enduring way in which one individual differs from other or another. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന സ്വഭാവ സവിശേഷതകളാണ് ട്രയഡ്സ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ട്രയഡ്സ് തിയറിയിൽ ബേസിക്കലി 3 assumptions ആണുള്ളത്. First one, triads are common to many individuals and vary in absolute amount between individual. അതായത് ട്രയഡ്സ് എന്ന് പറയുന്നത് പലർക്കും ഒരുപോലെ തന്നെയാണുള്ളത്. അതായത് മിക്ക ആൾക്കാർക്കും ട്രയഡ്സ് എന്ന് പറയുന്നത് കോമൺ ആണ്, പക്ഷെ അതിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ അസംഷൻ. അതായത് അതിൻ്റെ എമൗണ്ട് അത് ഓരോ വ്യക്തികളിലും മാറ്റമുണ്ടാകും എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ അസംഷനിൽ പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് അസംഷൻ എന്ന് പറയുന്നത് ട്രയഡ്സ് ആർ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് എക്സേർട്ട് ഫെയർലി യൂണിവേഴ്സൽ ഇഫക്റ്റ് ഓൺ ബിഹേവിയർ റിഗാർഡ്ലെസ് ഓഫ് ദ എൻവയോൺമെന്റൽ സിറ്റുവേഷൻ. അതായത് ചുറ്റുപാടുകളിലെ പരിസ്ഥിതിക്ക് മാറ്റമില്ല എങ്കിൽ ഈ ട്രയഡ്സ് എന്ന് പറയുന്നത് കോമൺലി റിലേറ്റീവ്ലി അത് സ്റ്റേബിൾ ആണ്, എല്ലാവർക്കും ഏകദേശം ഒരേപോലെയുള്ള അവസ്ഥയിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ എല്ലാവരുടെയും സ്വഭാവ സവിശേഷതകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. എങ്ങനെയാണെങ്കിൽ ഈ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ എൻവയോൺമെന്റ് അല്ലെങ്കിൽ പരിസ്ഥിതി അതിൻ്റെ മാറ്റം അനുസരിച്ച് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവാം, അല്ല എങ്കിൽ ഓൾമോസ്റ്റ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആണ് ഈ ട്രയഡ്സ് ആൾക്കാർക്ക് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു അസംഷൻ. അപ്പോൾ നമ്മൾ പേഴ്സണാലിറ്റി തിയറീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ 5 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ പറഞ്ഞ ട്രയഡ് തിയറി എന്ന് പറയുന്നത്. ട്രയഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ട്രയഡ് തിയറിയുടെ പ്രധാനമായിട്ടും 3 അസംഷൻസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ട്രയഡ്സ് ആർ കോമൺ ടു മെനി ഇൻഡിവിജ്വൽസ്. അത് രണ്ടാമത്തേതാണ് ട്രയഡ്സ് ആർ റിലേറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് എക്സേർട്ട് ഫെയർലി യൂണിവേഴ്സൽ ഇഫക്റ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ അസംഷൻ. ഇനി നമുക്ക് മൂന്നാമത്തെ അസംഷൻ എന്താണെന്ന് നോക്കാം. ട്രയഡ്സ് can be inferred from the measurement of behavioral indicators. സ്വഭാവത്തിന്റെ സൂചികയിൽ നിന്നും തന്നെ നമുക്ക് ട്രയഡ്സിനെ നമുക്ക് അനുമാനിക്കാം എന്നുള്ളതാണ് ഈ ഒരു മൂന്നാമത്തെ അസംഷനായിട്ട് ട്രയഡ് തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഈ ട്രയഡ് തിയറി എന്ന് പറയുമ്പം പ്രധാനമായിട്ടും 3 അസംഷൻ ആണുള്ളത്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതാണ് നമ്മൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. അതുപോലെ നമ്മൾ ഈ ഒരു പേഴ്സണാലിറ്റി തിയറികളിൽ ഫേമസ് ആയിട്ടുള്ള തിയറികളാണ് ആൾപോർട്ട് ആൻഡ് കാറ്റിൽ ട്രയഡ്സ് തിയറി. അതാണ് ഈ ട്രയഡ് തിയറിയിൽ പല തിയറികളിലും പ്രധാനപ്പെട്ടത്. ആൾപോർട്ടിൻ്റെയും കാറ്റിലിൻ്റെയും ട്രയഡ് തിയറീസ് ആണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആൾപോർട്ടിൻ്റെ കാര്യം നോക്കാം. He identified 6 categories of values such as religious, social, economic, political, aesthetic and theoretical for comparative purpose. അപ്പോൾ ആൾപോർട്ട് എന്ത് ചെയ്തു? ഐഡന്റിഫൈഡ് 6 കാറ്റഗറീസ്, 6 കാറ്റഗറീസ് ഓഫ് വാല്യൂസ് അതിനെ ഐഡന്റിഫൈ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പയർ ചെയ്യാൻ വേണ്ടി, അല്ലെ താരതമ്യം ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു?
ഈ പറഞ്ഞ 6 കാറ്റഗറീസിനെ 6 കാറ്റഗറീസ് ഓഫ് വാല്യൂസ് ഏതൊക്കെയാണ്? റിലീജിയസ്, സോഷ്യൽ, ഇക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് എസ്തെറ്റിക്, ഇങ്ങനെയുള്ള ഈ തിയററ്റിക്കൽ ഇത്രയും വാല്യൂസിനെ അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം കമ്പാരിറ്റേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ 6 കാറ്റഗറീസ് ഓഫ് വാല്യൂസിനെ ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ അതേപോലെ കാറ്റിൽ എന്ത് ചെയ്തു? കാറ്റിൽ ഐഡന്റിഫൈഡ് 2 sets of traits such as surface traits and source traits. കാറ്റിൽ 2 തരത്തിലുള്ള 2 കാറ്റഗറി 2 സെറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? സർഫസ് ട്രൈറ്റ് ആൻഡ് സോഴ്സ് ട്രൈറ്റ് എന്നാണ് അദ്ദേഹം വിളിച്ചത്. എന്നിട്ട് കാറ്റിൽ ഏകദേശം 35 സർഫസ് ട്രൈറ്റ്സിനെ അദ്ദേഹം കോറിലേറ്റ് ചെയ്തു. അതിന് എക്സാമ്പിൾ ആണ് അഫെക്ഷനേറ്റ്, കോൾഡ്, ഹോണസ്റ്റ്, ഡിസ്ഹോണസ്റ്റ്, ഇങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകൾ ട്രൈറ്റ്സിനെ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തു. എത്രയാണ്? ഹി ഡിറ്റർമൈൻഡ് 35 സർഫസ് ട്രൈറ്റ്സ്. അതിനെ അദ്ദേഹം സർഫസ് ട്രൈറ്റ്സ് എന്ന് വിളിച്ചു. എന്തുകൊണ്ടാണ്? സച്ച് ട്രൈറ്റ്സ് ലൈസ് ഓൺ ദ സർഫസ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ പുറമേ കാണപ്പെടുന്ന, അല്ലെ സർഫസിൽ മുകളിൽ കാണപ്പെടുന്ന പേഴ്സണാലിറ്റി ആയിട്ട് ഇത് അറിയപ്പെടുന്നു. അതുകൊണ്ടാണ് അതിനെ സർഫസ് ട്രൈറ്റ് എന്ന് വിളിച്ചത്. These are largely determined by the underlying source traits. എന്നാൽ ഇതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് അതിന്റെ അടിയിലുള്ള അണ്ടർലൈയിങ് ആയിട്ടുള്ള സോഴ്സ് ട്രൈറ്റ് ആണ്. അപ്പോൾ സർഫസ് ട്രൈറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് സോഴ്സ് ട്രൈറ്റുകളാണ്. അപ്പോൾ ഇവിടെ 35 സർഫസ് ട്രൈറ്റ്സും അതുപോലെ തന്നെ കാറ്റിൽ ഐഡന്റിഫൈഡ് 12 സോഴ്സ് ട്രൈറ്റ്സ്, 12 സോഴ്സ് ട്രൈറ്റ്സുകളും കണ്ടുപിടിച്ചു, ഐഡന്റിഫൈ ചെയ്തു. അതിൽ ചിലത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഗുഡ് നേച്ചർ ആൻഡ് ട്രസ്റ്റ്ഫുൾനെസ്, അതിനെയാണ് അദ്ദേഹം അഫക്റ്റോതൈമിയ എന്നാണ് പറഞ്ഞത്. ഗുഡ് നേച്ചർ ആൻഡ് ട്രസ്റ്റ്ഫുൾനെസ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ് സിസോതൈമിയ. സിസോതൈമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിറ്റിക്കൽ ആൻഡ് സസ്പീഷ്യസ്. ഇങ്ങനെയുള്ള 12 സെറ്റുകൾ, അതിനാണ് അദ്ദേഹം വിളിച്ചത് സോഴ്സ് ട്രൈറ്റ്സ് എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ഉദാഹരണങ്ങളാണ് ചിയർഫുൾനെസ് ആൻഡ് എനർജി, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് ഡിപ്രസ്ഡ് ആൻഡ് സബ്ഡ്യൂഡ് ഫീലിംഗ്. സോ ഇങ്ങനെയുള്ള ഇതെല്ലാം സ്വഭാവ സവിശേഷതകളായിട്ട് അദ്ദേഹം അതിനെ വിളിച്ച പേരാണ് സോഴ്സ് ട്രൈറ്റ്സ്. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? സർഫസ് ട്രൈറ്റിനെ ഐഡന്റിഫൈ ചെയ്തു, സോഴ്സ് ട്രൈറ്റിനെ ഐഡന്റിഫൈ ചെയ്തു. അതാണ് കാറ്റിൽ ചെയ്തത്. സോ പേഴ്സണാലിറ്റി തിയറീസിൽ രണ്ടാമത്തേതാണ് ഫ്രോയിഡ് തിയറി. ഫ്രോയിഡ് തിയറി എന്ന് പറഞ്ഞാൽ അതിന്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ഒരു ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ് ആണ്. 1856 മുതൽ 1939 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. And he is the founder of psychoanalysis. And he has proposed the first complete theory of personality. പേഴ്സണാലിറ്റിയെ കുറിച്ച് ഉള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തിയറി ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് സിഗ്മണ്ട് ഫ്രോയിഡ് ആയിരുന്നു. ഫ്രോയിഡ് പറയുന്നത് ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസുകൾ നമ്മുടെ അഡൽട്ട് ലൈഫിൽ അതിനെ ഷെയ്പ്പ് ചെയ്യുന്നത്, നമ്മുടെ പേഴ്സണാലിറ്റിയെ ഷെയ്പ്പ് ചെയ്യുന്നത് നമ്മുടെ ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ഈവന്റുകളാണ് എന്നുള്ളതാണ് ഫ്രോയിഡ് വിശ്വസിച്ചിരുന്നത്. ഫ്രോയിഡ് believed that events in our childhood have a great influence on our adult lives, shaping our personality. നമ്മുടെ പേഴ്സണാലിറ്റിയെ ഷെയ്പ്പ് ചെയ്യുന്നതിന് ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ഈവന്റുകൾക്ക് വലിയൊരു പങ്കുണ്ട് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതേപോലെ തന്നെ എ പേഴ്സൺസ് തോട്ട്സ് ആൻഡ് ബിഹേവിയർ എമർജ് ഫ്രം ടെൻഷൻസ് ജനറേറ്റഡ് ബൈ അൺകോൺഷ്യസ് മോട്ടീവ്സ് ആൻഡ് അൺറിസോൾവ്ഡ് ചൈൽഡ്ഹുഡ് കോൺഫ്ലിക്റ്റ്. ചെറുപ്പകാലങ്ങളിൽ സോൾവ് ചെയ്യപ്പെടാത്ത കോൺഫ്ലിക്റ്റുകളും അതുപോലെ തന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഉപബോധ മനസ്സിൽ നമ്മൾ അറിയപ്പെടാതെ ഉള്ള നമ്മുടെ മോട്ടീവ്സും, ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ തോട്ട്സ്, വിചാരങ്ങൾ, ഇതൊക്കെ ഉണ്ടാകുവാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഒരു അൺകോൺഷ്യസ് മോട്ടീവ്സും അതുപോലെ തന്നെ
അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് കോൺഫ്ലിക്റ്റിൽ നിന്നുണ്ടാകുന്ന ടെൻഷൻ, അതാണ് ഒരു ആ വ്യക്തി വലുതാകുമ്പോൾ അല്ലെങ്കിൽ അഡൽട്ട് ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്താഗതികളെയും സ്വഭാവത്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. സോ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി അത് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് അൺകോൺഷ്യസ്നെസ്. ഫ്രോയിഡിന്റെ തിയറി ബേസ് ചെയ്തിരിക്കുന്നത് അൺകോൺഷ്യസ്നെസ്സിനെയാണ്, അബോധ മനസ്സിനെയാണ് ഇതിൽ കൂടുതലായിട്ടും ഈ തിയറി ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രോയിഡ് ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേഷ്യൻസിന്റെ സ്വഭാവങ്ങൾ, ബിഹേവിയർ ഒന്നും അല്ലെങ്കിൽ ആ പേഷ്യൻസിന്റെ എല്ലാ സ്വഭാവങ്ങളും കോൺഷ്യസിലായിരുന്നില്ല. സോ അൺകോൺഷ്യസ് ആയിട്ടുള്ള ആ ഒരു മൈൻഡിൽ നിന്നുള്ള സ്വഭാവങ്ങളും പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഫ്രോയിഡ് പറയുന്നത്. അതുപോലെ ഫ്രോയിഡ് പറയുന്നത് മനുഷ്യന്റെ ഹ്യൂമൻ മൈൻഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് 3 elements, namely pre-conscious, the conscious and the unconscious. ഇങ്ങനെ 3 എലമെന്റ്സ് ആയിട്ടാണ് മനുഷ്യന്റെ മൈൻഡ്, നമ്മുടെ മനസ്സുള്ളത്. ഏതൊക്കെയാണ്? പ്രീ കോൺഷ്യസ്, കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. അതുപോലെ തന്നെ ഫ്രോയിഡ് മനുഷ്യന്റെ മനസ്സിനെ 3 തലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ദ ഇഡ് എന്നാണ് പറയുക, ID, the id. And second one is ego, and third one is super ego. So id എന്ന് പറയുന്നു, ഈഗോ എന്ന് പറയുന്നു, സൂപ്പർ ഈഗോ. സോ ഇതിനകത്ത് ഇഡ് എന്ന് പറയുമ്പോൾ ദിസ് കാറ്റഗറി ഈസ് ഓൾസോ കോൾഡ് ആസ് പ്ലഷർ പ്രിൻസിപ്പിൾ. അതായത് എപ്പോഴും മനസ്സ് സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഇഡ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ സെൽഫിഷ് പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി. സ്വാർത്ഥതയുടെ ഒരു ഭാഗമാണ് ഇഡ് എന്ന് പറയുന്നത്. എല്ലാം വേണം, എല്ലാം സന്തോഷം, എല്ലാം അങ്ങനെ ആ രീതിയിൽ എല്ലാം നല്ലത് തന്നെ വേണം എന്നുള്ള ആ ഒരു സെൽഫിഷ്നെസ്, അത് ആണ് ഇഡ്. അതുപോലെ ഈ ഒരു മാനസിക തലം എന്ന് പറയുന്നത് ഇർറാഷണൽ ആണ്, അല്ലെങ്കിൽ റാഷണൽ അല്ലാത്ത, വകതിരിവില്ലാത്ത ഒരു സ്റ്റേജ് ആണ്, ഒരു ഫേസ് ആണ്, മനസ്സിന്റെ ഒരു ഫേസ് ആണ്. അത് demands of person and he or she do not think any ethical values. എത്തിക്കൽ ആയിട്ടുള്ള വാല്യൂസിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ നമുക്ക് പ്ലഷർ സീക്കിംഗ് ആയിട്ടുള്ള അല്ലെ സന്തോഷം വേണം എന്നുള്ള ആ ഒരു സെൽഫിഷ്നെസ് മാത്രമേ ഈ ഒരു ഫേസിൽ ഉണ്ടാവുകയുള്ളൂ. അതാണ് അത് വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇഡ് എന്ന് പറയുക. The id is the original and the most basic system of human personality. It consists of everything psychologically which is inherited and present at the time of birth. ഇപ്പൊ ജന്മത്തിൽ തന്നെ കിട്ടുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് നമ്മൾ ഇഡ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് സൈക്കിക് എനർജി. മാനസിക എനർജിയുടെ ഒരു സോഴ്സ് ആണ് ഇഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ലാർജ്ലി ചൈൽഡിഷ്, irrational, never satisfied, demanding and destructive of others. ഇപ്പോൾ വളരെ ചൈൽഡിഷ് ആയിട്ടുള്ള കുട്ടികൾ കാണില്ലേ, വാശി പിടിക്കുന്ന ഒരു സാധനം വേണം എന്ന് പറഞ്ഞാൽ അപ്പം വേണം. സോ അത്തരത്തിലുള്ള അതൊരു ഇഡാണ്, ചൈൽഡിഷ് ആണ്, ഇറാഷണൽ, അത് വകതിരിവുണ്ടാവില്ല, അത് വാങ്ങണം അല്ലെങ്കിൽ എങ്ങനെ വാങ്ങണമെന്നോ അല്ലെങ്കിൽ എപ്പോൾ വാങ്ങണമെന്നോ അങ്ങനെ ഒരു ചിന്ത വകതിരിവില്ലാത്ത ഇറാഷണൽ, നെവർ സാറ്റിസ്ഫൈഡ്, ഒന്ന് കിട്ടിക്കഴിയുമ്പം അത് പോരാ, ഒരെണ്ണം കൂടെ വേണം അല്ലെങ്കിൽ വേറെ വേണം. സോ ഇത്തരത്തിലുള്ള ഒരു മാനസിക സ്റ്റേജ് ആണ്, ഫേസ് ആണ് നമ്മൾ ഇഡ് എന്ന് പറയുക. നെവർ സാറ്റിസ്ഫൈഡ്, ഡിമാൻഡിങ്, എപ്പോഴും ഡിമാൻഡ് ചെയ്യുക, അത് വേണം ഇത് വേണം. അതുപോലെ ഡിസ്ട്രക്ഷൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരെ അത്ര ശ്രദ്ധിക്കാതെ അങ്ങനെ ഒരു മുമ്പോട്ട് പോകുന്ന ഒരു രീതി. ആൻഡ് ഇറ്റ് സീക്സ് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ബയോളജിക്കൽ ആൻഡ് ഇൻസ്റ്റിങ്ക്ച്വൽ നീഡ്സ്. അതായത് നമുക്ക് നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള നീഡുകളും നമ്മുടെ താല്പര്യങ്ങളും പെട്ടെന്ന് തന്നെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒറ്റയൊരു മെന്റാലിറ്റി ആണ് ഈ ഇഡിനുണ്ടാവുക. അതായത് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ആവശ്യം സാധിച്ചെടുക്കുക. സോ ഈ ഒരു ഫേസിനെയാണ് നമ്മൾ ഇഡെന്ന് പറയുക. ആൻഡ് വെൻ ആൻ ഇൻഡിവിജ്വൽ റീച്ചസ് മെച്യൂരിറ്റി ഹി ലേൺ ടു കൺട്രോൾ ഇറ്റ്. ഒരാൾ മെച്യൂരിറ്റി എത്തുമ്പോൾ അയാൾക്ക് അയാളുടെ ഇഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ആ കാര്യം അയാൾ
പഠിക്കുന്നു അല്ലെങ്കിൽ അത് അറിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത ഫേസ് ആണ് ദ ഈഗോ എന്ന് പറയുന്നത്. ഈഗോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അഹം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് ദ കോൺഷ്യസ് ആൻഡ് ലോജിക്കൽ പാർട്ട് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഇത് മനുഷ്യന്റെ പേഴ്സണാലിറ്റിയുടെ ബോധ്യമുള്ളതും അതുപോലെ തന്നെ യുക്തിപരമായിട്ടുള്ള ഒരു പാർട്ടാണ്, ഒരു മനസ്സിന്റെ ഭാഗത്തെയാണ് നമ്മൾ ഈഗോ എന്ന് പറയാം. ദ ഈഗോ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ വിച്ച് ഓറിയന്റഡ് പാർട്ട് ഇൻ തിങ്കിങ്. അപ്പൊ ഈ ഈഗോ എന്ന് പറയുന്ന ആ ഒരു ഫേസ് അത് റിയാലിറ്റി പ്രിൻസിപ്പിളിന്റെ ഒരു കൺസെപ്റ്റിലാണ് അത്. അതായത് റിയാലിറ്റി, യാഥാർത്ഥ്യം മനസ്സിലാക്കുക, അതായത് ബോധ്യം, അതുപോലെ തന്നെ അതിൻ്റെ ആ യുക്തി, ഇതെല്ലാം നോക്കിക്കൊണ്ടുള്ള മനസ്സിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഈഗോ എന്ന് പറയുക. അത് യാഥാർത്ഥ്യം, പിന്നെ ഇതിന്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഈഗോയുടെ ഒരു പ്രത്യേകത. സോ ഈഗോ ദിസ് ഈസ് നെയിംഡ് ആസ് റിയാലിറ്റി പ്രിൻസിപ്പിൾ. നമ്മൾ ആദ്യത്തെ ഇഡിനെ എന്ത് വിളിച്ചു? പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് വിളിച്ചു. ഈഗോയാണ് റിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ബാലൻസ് ബിറ്റ്വീൻ ഇഡ് ആൻഡ് സൂപ്പർ ഈഗോ. അപ്പൊ ഈ ഇഡിന്റെയും സൂപ്പർ ഈഗോയുടെ ഇടയ്ക്ക് നിൽക്കുന്ന ബാലൻസ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ ഒരു ഈഗോ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ടോട്ടലി റിലേറ്റ്സ് ടു എത്തിക്സ്. അത് എത്തിക്സിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ ഈഗോ വർക്ക് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഷീ ഓർ ഹി ഡു നോട്ട് തിങ്ക് ഓഫ് എനി എത്തിക്കൽ വാല്യൂ. എത്തിക്കൽ വാല്യൂസിനെ കുറിച്ച് ചിന്തിക്കാറില്ല. അതാണ് ഇഡിന്റെ പ്രത്യേകത. വേറാസ് ഈഗോ എന്ന് പറയുമ്പോൾ ടോട്ടലി റിലേറ്റഡ് ടു എത്തിക്സ്, എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ആ ഒരു മനസ്സിന്റെ തലമാണ് ഈഗോ എന്ന് പറയുന്നത്. അടുത്തതാണ് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ ഈസ് നോൺ ആസ് മൊറാലിറ്റി പ്രിൻസിപ്പിൾ. മൊറാലിറ്റി അല്ലെങ്കിൽ ധാർമ്മികതയെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള മനസ്സിന്റെ ഒരു തലമാണ് നമ്മൾ സൂപ്പർ ഈഗോ എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ മോറൽ ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ മോറൽ ആയിട്ടുള്ളതും എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരു തലമാണ്, മനസ്സിന്റെ ഒരു തലമാണ് സൂപ്പർ ഈഗോ. അപ്പൊ ഇങ്ങനെ 3 തലങ്ങളിലായിട്ടാണ് എല്ലാവരുടെയും മനസ്സിൽ ഈ 3 തലങ്ങളും ഉണ്ടാവും. ഏതൊക്കെയാണ്? ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇതിന്റെ അളവ് പല സിറ്റുവേഷനിലും മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഈഗോ റെഗുലേറ്റ്സ് ആൻഡ് ഇന്റഗ്രേറ്റ്സ് ദ ഇന്നർ മോട്ടീവ് ആൻഡ് കോൺഫ്ലിക്റ്റിംഗ് ഡിമാൻഡ്. ഇന്നർ മോട്ടീവ്സിനെയും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് ഡിമാൻഡ്സിനെയും ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈഗോ. ഇനി നമുക്ക് സൂപ്പർ ഈഗോ എന്താണെന്ന് നോക്കാം. ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് കോൺഷ്യസ്. ബോധ്യമുള്ള ഒരു തലമാണ് നമ്മൾ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ദ സൂപ്പർ ഈഗോ പ്രൊവൈഡ്സ് നോംസ് ടു ഈഗോ ടു ഡിറ്റർമൈൻ വാട്ട് ഈസ് റോങ് ഓർ റൈറ്റ്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ളത് ഈഗോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മുകളിൽ നിന്നും ഒരു മാർഗനിർദ്ദേശം കൊടുക്കുന്ന ആളാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെന്റ് നോബ്ലസ്റ്റ് തോട്ട്സ്, ideas, feelings that are acquired by an individual from parents, teachers, friends, religion, organization and colleagues, etc. നമ്മുടെ സഹപാഠികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്നും റിലീജിയണിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും പാരൻസിൽ നിന്നും ഒക്കെ നമ്മൾ നേടിയെടുത്ത, നമ്മൾ അറിഞ്ഞ, നമുക്ക് കിട്ടിയ അറിവുകൾ, ഐഡിയകൾ, ഫീലിങ്സ്, ഇതൊക്കെ നമ്മുടെ വിചാരങ്ങളായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, നമ്മുടെ തീരുമാനങ്ങളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സോ ഇതാണ് റൈറ്റ് ഏതാണ് റോങ് ഏതാണ് എന്ന് നമ്മൾ തീരുമാനമെടുക്കുന്നു. ഈ ഒരു മേഖല, ഈ ഒരു മനസ്സിന്റെ തലത്തിനെയാണ് നമ്മൾ ദ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. The child grows and absorbs parents and cultural attitudes and values. In this way, he develops super ego. അപ്പം ഒരു കുട്ടി വളരുമ്പോൾ അവന്റെ പാരൻസിന്റെ കൾച്ചറും ആറ്റിറ്റ്യൂഡും വാല്യൂസും ഒക്കെ കണ്ട് അതിൽ നിന്നും അവന്റെ സൂപ്പർ ഈഗോ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ആസ് പെർ ഫ്രോയിഡിയൻ തിയറി, പേഴ്സണാലിറ്റി ഈസ് ദ ഇന്റർപ്ലേ ഓഫ് ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഫ്രോയിഡിന്റെ തിയറി പ്രകാരം
പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇന്റർപ്ലേ ആണ്, ഒരു നാടകമാണ്. ഈ മൂന്ന് തലങ്ങളുടെയും, മനസ്സിന്റെ ഈ മൂന്ന് തലങ്ങളുടെയും ഒരു നാടകമാണ്. പല സിറ്റുവേഷനിലും ഇത് പല രീതിയിൽ ഏറിയും കുറഞ്ഞും ഒക്കെ ആയിരിക്കും, കൂടിയും കുറഞ്ഞും ഒക്കെ ഒരേ വ്യക്തികളുടെ മനസ്സിൽ പല സിറ്റുവേഷനിൽ ഈ മൂന്ന് തലങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. സോ അങ്ങനെയുള്ള ഒരു ഇന്റർപ്ലേ ആണ് നമ്മൾ മനസ്സ് അല്ലെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്നാണ് ഫ്രോയിഡിന്റെ തിയറിയിൽ സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ ഫ്രോയിഡിന്റെ തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് പേഴ്സണാലിറ്റി തിയറി, മൂന്നാമത്തേതാണ് അഡ്ലർ ആൻഡ് ജംഗ് തിയറി. അഡ്ലറും ജംഗും കൂടെ എഴുതിയ ഒരു തിയറിയാണ് അഡ്ലർ ആൻഡ് ജംഗ് തിയറി. ഇതിനകത്ത് ഹി ഗേവ് സ്ട്രെസ് ഓൺ സോഷ്യൽ റിലേഷൻഷിപ്പ്. സോഷ്യൽ റിലേഷൻഷിപ്പിന് കൂടുതൽ സ്ട്രെസ് നൽകിയിരിക്കുന്നു, ഇൻസ്റ്റെഡ് ഓഫ് ഇന്റിമേറ്റ് ഓർ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ബയോളജിക്കൽ ഫാക്ടേഴ്സിന് ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിന് അതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും സ്ട്രെസ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പാണ്. അതാണ് ഈ ഒരു തിയറിയുടെ പ്രത്യേകത. ആൻഡ് ഹി സ്ട്രെസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ യുണീക്ക്നെസ്, സ്റ്റൈൽ ഓഫ് ലൈഫ് ആൻഡ് ക്രിയേറ്റീവ്. ഒരു വ്യക്തിയുടെ സ്റ്റൈൽ ഓഫ് ലൈഫിനെയും യുണീക്ക്നെസ്സിനെയും ക്രിയേറ്റിവിറ്റിക്കും ഒക്കെ സ്ട്രെസ് കൊടുക്കുന്ന ഒരു തിയറിയാണ് അഡ്ലർ ആൻഡ് ജംഗ് തിയറി. സോ ദ ഫോർത്ത് പേഴ്സണാലിറ്റി തിയറി ഈസ് നോൺ ആസ് സോഷ്യൽ ലേണിംഗ് തിയറി. അത് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. സോഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ സിറ്റുവേഷനിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ സ്വഭാവത്തെ, പേഴ്സണാലിറ്റിയെ എങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി സിറ്റുവേഷൻ ആണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഡിറ്റർമിനന്റ്. സാഹചര്യം, ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യന്റെ സ്വഭാവം രൂപപ്പെടുവാൻ സാഹചര്യങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്, സിറ്റുവേഷന് വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ് ഈ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത്. അതായത് ഒരേ സാഹചര്യത്തിൽ ഒരേ രീതിയിലുള്ള ചുറ്റുപാടിലും വളർന്നു വന്ന വ്യക്തികൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്നതൊക്കെ ഏകദേശം സിമിലർ ആയിരിക്കും എന്നുള്ളതാണ് ഈ സോഷ്യൽ ലേണിംഗ് തിയറിയിലൂടെ അദ്ദേഹം പറയുന്നത്. അതായത് സെയിം സാഹചര്യത്തിലും സെയിം ആയിട്ടുള്ള പരിസ്ഥിതിയിലും ഒക്കെ ഒരേ രീതിയിലുള്ള സിറ്റുവേഷനിലൊക്കെ വളർന്നവരുടെ ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾക്ക് സിമിലാരിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് സോഷ്യൽ ലേണിംഗ് തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് അവർ കണ്ടുപഠിച്ച സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ, സിറ്റുവേഷനിൽ നിന്ന് കിട്ടിയ ആ അറിവുകൾ അതനുസരിച്ച് അവരുടെ സ്വഭാവം ഫോം ചെയ്യുന്നു. അവർ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത സിറ്റുവേഷൻ അനുസരിച്ച് അവരുടെ സ്വഭാവം ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് തിയറി ആൻഡ് ഫിഫ്ത്ത് വൺ, ഇറ്റ് ഈസ് നോൺ ആസ് ഹോളിസ്റ്റിക് തിയറീസ്. അപ്പൊ ഈ ഹോളിസ്റ്റിക് തിയറി എന്ന് പറഞ്ഞാൽ കുറെ തിയറിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ്. അത് അങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കിയത് കൊളാസ എന്ന് പറയുന്ന ആളാണ്. കൊളാസ ഹാസ് ഗ്രൂപ്പ്ഡ് സെവറൽ തിയറിസ്റ്റ് അണ്ടർ വൺ ഗ്രൂപ്പ്, നെയിംലി ഹോളിസ്റ്റിക് തിയറീസ്. അങ്ങനെ കുറെ ചെറിയ തിയറികളെ എല്ലാം കൂടെ ചേർത്താണ് ഹോളിസ്റ്റിക് തിയറീസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? They include holistic, organismic and field theories. അപ്പോൾ ഈ തിയറിസ്റ്റുകളൊക്കെ കൂടെ സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യമാണ് on the totality and interrelatedness of all kinds of human behavior. മനുഷ്യന്റെ സ്വഭാവ സവിശേഷതകളുടെ ഒക്കെ ഒരു ഇന്റർറിലേറ്റഡ്നെസ് അല്ലെങ്കിൽ പരസ്പര ബന്ധം, അതാണ് ഈ തിയറിയിൽ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യുന്നത്. അതായത് ഹോളിസ്റ്റിക് തിയറി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് തിയറിസ്റ്റുകൾ ഫോം ചെയ്തതാണ്. അതിനകത്ത് ഹോളിസ്റ്റിക്സ് ഉണ്ട്, ഓർഗാനിസ്മിക് ഉണ്ട്, ഫീൽഡ് തിയറിസ്റ്റുകളുണ്ട്. അപ്പൊ അതിനകത്ത് എല്ലാവരും കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യുന്നത് ഇന്റർ റിലേറ്റഡ്നെസ് അല്ലെങ്കിൽ പരസ്പര ബന്ധം ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളുടെയും ഒരു പരസ്പര ബന്ധത്തിനെയാണ് ഈ ഒരു ഹോളിസ്റ്റിക് തിയറിയിൽ സ്ട്രെസ് ചെയ്യുന്നത്. ഈ ഹോളിസ്റ്റിക് തിയറിയിലേക്ക് പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത മറ്റു ചില വ്യക്തികളുടെ പേരാണ് മാസ്ലോസ് ഹൈറാർക്കി, നീഡ് ഹൈറാർക്കി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. Then Rogers, Herzberg, then Levin and Festinger are the main contributors of these theories. ഈ തിയറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത മറ്റു വ്യക്തികളാണ് മാസ്ലോസ്, ഹെർസ്ബർഗ്, ലെവിൻ ആൻഡ് ഫെസ്റ്റിംഗർ. അപ്പോൾ ഈ തിയറികൾ, ഇവരുടെയൊക്കെ തിയറികളിനെ എല്ലാത്തിനെയും കൂട്ടിച്ചേർത്ത് ഹോളിസ്റ്റിക് തിയറീസ് എന്നാണ് വിളിക്കുന്നത്.
സോ ഇത്രയും തിയറികളാണ് നമുക്ക് പഠിക്കാനുള്ള പേഴ്സണാലിറ്റി തിയറീസ്. ഓക്കെ, താങ്ക് യു.